ചിലർ പറഞ്ഞു പോയല്ലോ 40 വയസ്സ് വരെ സാധാരണക്കാരനായ അറബി പയ്യനായിരുന്നു എന്ന് വീക്ഷണത്തോട് സംസാരിച്ച ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരാണ് മൗലിദ് വിരോധികൾ, അവരാണ് മദ്ഹ് വിരോധികൾ. എന്തുകൊണ്ടാണ് അവർ മൗലിദിനെ വിമർശിക്കുന്നത് എന്നതിന്റെ ഉത്തരം തന്നെയാണ് അവരുടെ ആ പരാമർശം. അവർ മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ നേതാവായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സ് പൂർത്തിയായപ്പോൾ അള്ളാഹു അവന്റെ ദീനിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടി കൂട്ടത്തിൽ തരക്കേടില്ലാത്ത ഒരുത്തനെ പിടിച്ച് ജിബ്രീലിലൂടെ വഹി അറിയിച്ചു കൊടുത്തതാണ്. ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കിയതാണ് അവർക്ക് പറ്റിയ അബദ്ധം. അത് നൂറാണ്, അത് സിറാജാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്തിനെ മഹാന്മാരായ മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചില്ലേ, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങൾക്ക് അറിയാത്ത ആളല്ല, നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആളല്ല, മിൻ അൻഫുസികും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു പ്രവാചകനിതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നേ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രവാചകൻ, അതായത് അന്നഹു ബഅദ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അല്ലാഹു തആല അവരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള ഒരു നബിയെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ യഅരിഫൂനഹു, ആ നബിയെ അവർക്ക് സുപരിചിതമാണ്. ആ നബി 40 വയസ്സ് വരെ അറേബ്യൻ മണ്ണിലൂടെ ജാഹിലിയ കാലഘട്ടത്തിൽ തോന്നിവാസിയായി, അല്ലെങ്കിൽ തന്നിഷ്ടപ്രകാരം ജീവിച്ച ഒരു വ്യക്തിയല്ല. അങ്ങനെയുള്ള ഒരാൾക്ക് മുഖത്ത് കൊടുത്താൽ അദ്ദേഹത്തെ കുറിച്ച് വിമർശിക്കാൻ ആളുകൾ ധാരാളം ഉണ്ടാകും. ഇത് യഅരിഫൂനഹു, ആ പ്രവാചകനെ അവർക്ക് സുപരിചിതമാണ്. ഖബ്ലൽ ബിഅ്സ, പ്രസവനാള് തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത് വരെ, അഥവാ 40 വയസ്സിന്റെ ശേഷമുള്ള നബിയല്ല, പ്രസവ സമയം മുതൽ അറബികളുടെ ഇടയിലൂടെ ജീവിച്ച് അവർ കണ്ട് അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യഅരിഫൂനഹു, തങ്ങളെ അവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. വയഅലമൂന സിദ്ഖഹു വഅമാനതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യസന്ധതയെയും അവർക്കറിയാം. നുബുവത്തിന്റെ ശേഷമുള്ളതല്ല, പ്രസവ സമയം മുതൽ അവരുടെ ഇടയിൽ ജീവിച്ച ആളാണ്. ഫലാ യത്തഹിമൂനഹു ബിൽ കദിബി വതർകിൻ നസീഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് കളവ് പറയുന്ന ആളാണ് എന്ന് അവർക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പ്രഖ്യാപിച്ചത്, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു നബി. അത് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മദ്ഹല്ലേ അത്. നമ്മൾ മൗലിദ് ഓതുമ്പോൾ പ്രസവ സമയത്തുള്ള അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ പറയാറില്ലേ? പ്രസവ സമയത്ത് ആമിന ബീവി അനുഭവിച്ച അത്ഭുതങ്ങളെ കുറിച്ച് പറയാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈശവ കാലഘട്ടങ്ങളിൽ സംഭവിച്ച അത്ഭുതങ്ങളെ കുറിച്ച് പറയാറില്ലേ? മേഘം തണലിട്ട് കൊടുത്തത് പറയാറില്ലേ? അതുപോലെ മൈസറത്തുമായി നടന്ന സംഭവം പറയാറില്ലേ? വംറത്തുമായി നടന്ന സംഭവം പറയാറില്ലേ? യഹൂദി പുരോഹിതന്മാര് പ്രവാചകരെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞതിനെ കുറിച്ച് പറയാറില്ലേ? ക്രൈസ്തവ പാതിരിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിലക്ക് വാങ്ങി ചോദിച്ചതിനെ കുറിച്ച് പറയാറില്ലേ? അവര് വളർത്താൻ ചോദിച്ചതിനെ കുറിച്ച് പറയാറില്ലേ? അറിയേണ്ടവരൊക്കെ അറിഞ്ഞില്ലേ? മുൻകാലത്തുള്ള വേദഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കിയവർ അങ്ങനെ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാനിയത്ത് കാണാൻ സാധിച്ചവർ അങ്ങനെ മനസ്സിലാക്കി. അവരിൽപ്പെട്ട ആളാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ജഗത്ത് ലബ്ധിക്ക് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈശിഷ്ട്യങ്ങളെ കുറിച്ച് ബോധവാനായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ഏറ്റവും വലിയ മദ്ഹാണ് അല്ലാഹു തആല പറഞ്ഞത്. ഖുർആൻ ഇങ്ങനെ ഓതിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പോലും ഒരു മുസ്ലിമിന് സാധ്യമല്ല. അങ്ങനെ ഒരു ചോദ്യം ലോകത്ത് ആദ്യമായി കേൾക്കുന്നത് ഈ അടുത്ത 100-200 വർഷങ്ങൾക്കുള്ളിലാണ്.
റസൂലുള്ളാഹിന്റെ മഹത്വം പറയാൻ പറ്റൂലേ എന്ന ഒരു ചർച്ച, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാമോ പറയാൻ പറ്റില്ലേ എന്ന ഒരു ചർച്ച ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് ലോകത്തുയർന്നു വന്നത്. പാശ്ചാത്യ ശക്തികളുടെ ഇടപെടലാണ് അതിന്റെ പിന്നിൽ. കാരണം മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനിന്റെ ഹൃദയത്തിൽ കയറിയാൽ അവന്റെ ഹുബ്ബ് വർദ്ധിക്കും, ഹുബ്ബ് വർദ്ധിച്ചാൽ ഈമാൻ വർദ്ധിക്കും, ഈമാൻ വർദ്ധിച്ച ഒരു ജനതയെ അവർക്ക് അവരുടെ തോന്നിയ രൂപത്തിൽ വഴിതിരിച്ചു വിടാനും സാധ്യമല്ല. ഈ ഉമ്മത്തിനെ തകർക്കണമെങ്കിൽ ഈമാൻ നശിപ്പിക്കണോ? ഈമാൻ നശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ ചുരുക്കുക. റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞാലല്ലേ മനുഷ്യന്റെ കൽബിൽ ഈമാൻ വർദ്ധിക്കുക, പറഞ്ഞാലാണ് ഹുബ്ബ് വർദ്ധിക്കുക. മദ്ഹുർ റസൂൽ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോ ഹബീബായ മുത്തുനബിയെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയാണ്, അറിയുകയാണ്. ഇത് നിലച്ചു പോയാലോ മുൻഗാമികളായ അമ്പിയാക്കന്മാരെ അവരുടെ ജനതകൾ മറന്ന് വിസ്മരിച്ചു പോയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിസ്മൃതിയിലാണ്ടു പോകും എന്ന് ആ വിഡ്ഢികൾ വിചാരിക്കുകയാണ്. പക്ഷേ ആര് വിചാരിച്ചാലും നബിയെ അങ്ങയെ കുറിച്ചുള്ള ഓർമ്മയെ നാം ഉയർത്തിയിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ വറഫഅനാ ലക ദിക്റക. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ എങ്ങനെയാണ് അങ്ങയുടെ ദിക്റിനെ അല്ലാഹു ഉയർത്തുക എന്ന് താങ്കൾക്കറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, എങ്ങനെയാണ് നബിയെ അങ്ങയുടെ ദിക്റിനെ എങ്ങനെയാണ് അല്ലാഹു ഉയർത്തുക എന്ന് താങ്കൾക്കറിയുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു അഅലം. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, നബിയെ അങ്ങയെ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അങ്ങയെയും പറയപ്പെടുന്നു, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നിടത്തോ അങ്ങയും പറയപ്പെടുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരാൾ ഇസ്ലാമിലേക്ക് കയറി വരാനുള്ള കവാടമാണത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ ഒരാൾ ഇസ്ലാമിലേക്ക് എത്തുന്നില്ല. അതിന്റെ കൂടെ ഉടനെ അവൻ പറയണം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അവിടെയും അള്ളാന്റെ കൂടെ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയണം. ഒരു മനുഷ്യന് ഒരു ദിവസം 17 പ്രാവശ്യം ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നില്ലേ, വ്യക്തമായി പറയുന്നില്ലേ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്, അള്ളാഹുവിനുള്ള ഹംദാണ്. എന്നിട്ട് അള്ളാഹുവിനോട് എല്ലാം സമർപ്പിക്കുകയാണ്. പിന്നെ ആ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്താണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ. എന്താണ് സിറാത്തുൽ മുസ്തഖീം? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, നമ്മൾ പരിഭാഷ നോക്കിയിട്ട് വായിക്കാണ്, നേർമാർഗത്തിൽ ചേർക്കണേ, നേർമാർഗത്തിൽ ചേർക്കണേ. ഏതാണ് നേർമാർഗം? സിറാത്തുൽ മുസ്തഖീം എന്നാൽ ഹഖീഖത്തൻ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് നബിയിൽ ചേർക്കണേ എന്നാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഒരു മനുഷ്യൻ പറയുന്നത്. മുഫസ്സിരീങ്ങൾ പറഞ്ഞതാണ്, ഇമാമിങ്ങൾ പറഞ്ഞതാണ്. നിസ്കാരത്തിന്റെ 14 ഫർളുകളിൽ അത്തഹിയാത്ത് എന്ന അവസാനത്തെ അത്തഹിയാത്ത് എന്ന ഫർളിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ഫർളാണ് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. നീ നിസ്കരിച്ചോ, 4 അല്ല 40 റക്അത്ത് നിസ്കരിച്ചോ, പക്ഷേ സലാം വിട്ടുന്നതിന്റെ മുമ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ നീ സലാം വീട്ടിയാൽ ആ നിസ്കാരം തോട്ടിലാണ്, ആ നിസ്കാരം രേഖപ്പെടുത്തപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തോടുകൂടി നിന്റെ നിസ്കാരം ഖാലിഖായ റബ്ബിന് ആവശ്യമുള്ളൂ. അപ്പോ പിന്നൊരു ചോദ്യം, സ്വലാത്ത് എന്താ? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മദ്ഹല്ലേ. നമ്മൾ പറയും